Hello dears, welcome back to ISKC English. Okay dear students, അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ബ്ലോക്ക്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന്റെ മുന്നേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാട്ടോ. വാട്ട് ആർ ദ ടു മെത്തേഡ്സ് ഓഫ് സ്പീഡ് റീഡിംഗ്? അതായത് സ്പീഡ് റീഡിങ്ങിന്റെ രണ്ട് മെത്തേഡുകൾ ഏതൊക്കെയാണ്? സ്പീഡ് റീഡിങ്ങിന്റെ രണ്ട് മെത്തേഡുകൾ ഏതൊക്കെയാണ്? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സ്പീഡ് റീഡിങ്, അതുപോലെ തന്നെ അതിന്റെ രണ്ട് മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം കേട്ടോ. സ്പീഡ് റീഡിംഗ് ഈസ് ദ ടെക്നിക്. സ്പീഡ് റീഡിംഗ് എന്നുള്ളത് ഒരു ടെക്നിക്കാണ്. സ്പീഡ് റീഡിംഗ് ഈസ് ദ ടെക്നിക് ത്രൂ വിച്ച് വി എൻഹാൻസ് അവർ എബിലിറ്റി ടു റീഡ് ക്വിക്കലി. അതായത് വേഗത്തിൽ വായിക്കാനുള്ള നമ്മളുടെ കഴിവിനെ എൻഹാൻസ് ചെയ്യുന്ന, നമ്മളുടെ കഴിവിനെ മെച്ചപ്പെടുത്തുന്ന ഒരു ടെക്നിക്കാണ് സ്പീഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്പീഡ് റീഡിംഗ് ഈസ് ദ ടെക്നിക് through which we enhance our ability to read quickly. Speed reading helps us improve our reading speed as well as our ability to identify the main points and ideas. അപ്പോൾ സ്പീഡ് റീഡിങ് നമ്മളുടെ സ്പീഡ് റീഡിങ്, വായനയുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ മെയിൻ പോയിന്റ്സ് അതുപോലെ തന്നെ ഐഡിയാസ് വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മളെ വേഗത്തിൽ വായിക്കുന്നതിന്, നമ്മളുടെ വായനയുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ മെയിൻ ഐഡിയാസും അതുപോലെ തന്നെ പോയിന്റ്സും ഐഡന്റിഫൈ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നു. ദ പ്രാക്ടീസ് ഓഫ് സ്പീഡ് റീഡിംഗ് ട്രെയിൻസ് അവർ ഐസ് ടു ഗോ ത്രൂ ദ റൈറ്റിംഗ് ക്വിക്കലി ആൻഡ് ഗെറ്റ് ടു നോ ദ റെലവൻറ്റ് ഫാക്ട്സ്. അപ്പോൾ ഈ സ്പീഡ് റീഡിങ്, ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ കണ്ണിനെ വളരെ വേഗത്തിൽ, അതായത് വരികളിലൂടെ നമ്മുടെ കണ്ണിനെ വളരെ വേഗത്തിൽ ഓടിക്കുന്നതിന് ട്രെയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ റെലവൻറ്റ് ഫാക്ട്സ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കുന്നതിനും അതുപോലെ നമ്മുടെ കണ്ണിനെ വളരെ വേഗത്തിൽ വരികളിലൂടെ ഓടിക്കുന്നതിനും നമുക്ക് ട്രെയിൻ ചെയ്യാൻ കഴിയുന്നു. There are different ways in which speed reading can be done. ഈ സ്പീഡ് റീഡിങ് നമുക്ക് പല തരത്തിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ സ്പീഡ് റീഡിങ്ങിന് പല വഴികളുണ്ട്. Two of the methods of speed reading are. അപ്പോൾ സ്പീഡ് റീഡിങ്ങിന് പല മെത്തേഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ രണ്ടെണ്ണം. ഒന്നാമത്തേത് സ്കാനിങ്, രണ്ടാമത്തേത് സ്കിമ്മിങ്. ആ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് സ്കാനിങ്ങും സ്കിമ്മിങ്ങും കേട്ടോ. അപ്പോൾ സ്പീഡ് റീഡിങ്ങിന്റെ ടു മെത്തേഡ്സിൽ ഒന്ന് സ്കാനിങ്, രണ്ടാമത്തേത് സ്കിമ്മിങ്. ദീസ് ആർ, ഇവ രണ്ടുമാകുന്നു, സ്കാനിങ്ങും സ്കിമ്മിങ്ങും ആർ ദ വേസ് ഇൻ വിച്ച് വി എൻഹാൻസ് അവർ റീഡിംഗ് സ്കിൽസ്. നമ്മളുടെ റീഡിംഗ് സ്കിൽസിനെ, വായിക്കാനുള്ള കഴിവിനെ എൻഹാൻസ് ചെയ്യാനുള്ള, മെച്ചപ്പെടുത്താനുള്ള രണ്ട് വഴികളാകുന്നു ഇവ രണ്ടും. അപ്പൊ ഇതിലൂടെ, സ്കിമ്മിങ്ങിലൂടെയും സ്കാനിങ്ങിലൂടെയും വി സേവ് ടൈം ബൈ ഗോയിങ് ത്രൂ ദ റൈറ്റിംഗ് കണ്ടന്റ് സെലക്റ്റീവ്ലി. അതായത് ഈ മെത്തേഡുകൾ ഉപയോഗിക്കുക വഴി നമ്മൾ വളരെ സെലക്റ്റീവായിട്ട്, കണ്ടന്റ് സെലക്റ്റീവായിട്ട് വായിക്കുന്നതിലൂടെ നമുക്ക് സമയം സേവ് ചെയ്യാൻ കഴിയുന്നു. നമ്മൾ സമയം സേവ് ചെയ്യുന്നു. ഇനി എന്താണ് സ്കാനിങ്? Scanning is the technique of reading through the content
ക്വിക്ക്ലി ടു ഫൈൻഡ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓർ സ്പെസിഫിക് ഫാക്ട് ഈസ് നോൺ ആസ് സ്കാനിങ്. അപ്പോൾ സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേഗത്തിലുള്ള വായനയാണ്. ടെക്നിക് ഓഫ് റീഡിങ് ത്രൂ ദ കണ്ടന്റ് ക്വിക്ക്ലി, വേഗത്തിലുള്ള വായനയാണ്. അപ്പൊ സ്കാനിങ് എന്ന് പറഞ്ഞാലും സ്കിമ്മിങ് എന്ന് പറഞ്ഞാലും രണ്ടും വേഗത്തിലുള്ള വായനയാണ്. പക്ഷെ എന്താണ് സ്കാനിങ്ങിന്റെ പ്രത്യേകത? സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വേഗത്തിൽ വായിക്കും, പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ടു ഫൈൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ഫാക്റ്റ്. അതായത് നമ്മൾ മൊത്തമായിട്ട് വായിക്കുന്നില്ല, അതായത് മൊത്തത്തിൽ വായിച്ച് മനസ്സിലാക്കുക എന്നതല്ല ലക്ഷ്യം. പകരം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ചില സ്പെസിഫിക് ഫാക്റ്റ്, ചില പ്രത്യേക ഫാക്റ്റുകൾ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ കണ്ടെത്തുക. അപ്പൊ നമുക്ക് മൊത്തം വായിച്ച് എന്താന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സ്കാനിങ് എന്ന് പറയുമ്പോൾ ആ കണ്ടന്റിന്റെ ഉള്ളിൽ നിന്നും ചില സ്പെസിഫിക് ഫാക്റ്റ് അല്ലെങ്കിൽ ചില ഐഡിയാസ് അല്ലെങ്കിൽ ചില പോയിന്റ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഒരു തിരയലാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പെസിഫിക് ഫാക്റ്റ് അല്ലെങ്കിൽ ആ പോയിന്റ്സിനെ നമ്മൾ തിരയാണ്, എന്നിട്ട് അത് മാത്രം സെലക്ട് ചെയ്ത് വായിക്കാം. അതാണ് എന്ത്? സ്കാനിങ്. ദിസ് ഈസ് സിമിലർ, ഈ വായന സിമിലർ ആണ്. എന്തിനോട്? ദിസ് ഈസ് സിമിലർ ടു എ റിവിഷൻ റീഡിംഗ് that helps us to recall the main points that we have already read. കേട്ടോ, ഹാവ് വന്നുകൊണ്ടാണ് V3 റെഡ് എന്ന് വായിച്ചത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു റിവിഷൻ പോലെയാണ്. അതായത് നമ്മൾ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്, അപ്പൊ ഒരിക്കൽ വായിച്ചത് കൊണ്ട് തന്നെ അതിലെ മെയിൻ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ മെയിൻ പോയിന്റ്സ് റീകോൾ ചെയ്യുന്നതിന് വേണ്ടി, ആ മെയിൻ പോയിന്റ്സ് ഓർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മളൊരു റിവിഷൻ നടത്തുന്ന പോലെയാണ് ഇത് സ്കാനിങ്. അപ്പൊ ഇത്രയാണ് സ്കാനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് നോക്കൂ, അടുത്തത് സ്കിമ്മിങ്. എന്താ സ്കിമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടെക്നിക് ഓഫ് ക്വിക്ക്ലി റീഡിങ് ത്രൂ ദ കണ്ടന്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് വളരെ വേഗത്തിൽ വായിക്കാണ്. എന്തിനു വേണ്ടി? സ്പെസിഫിക് പോയിന്റിനോ അല്ലെങ്കിൽ ഫാക്റ്റിനോ വേണ്ടി അല്ല. പിന്നെ എന്തിനാ വേഗത്തിൽ വായിക്കുന്നത്? ടു ഐഡന്റിഫൈ എ ജനറൽ ഓവർവ്യൂ ഓഫ് ഇറ്റ്. അതായത് ആ കണ്ടന്റിനെ കുറിച്ച് ഒരു ജനറൽ ഓവർവ്യൂ, ആ കണ്ടന്റിനെ കുറിച്ച് ഒരു പൊതു ധാരണ കിട്ടിയാൽ മതി. എന്താണ് അത് എന്നുള്ളൊരു ഐഡിയ. ഇറ്റ് ഈസ് നോൺ ആസ് സ്കിമ്മിങ്. ഇപ്പൊ നിങ്ങൾക്ക് സ്കിമ്മിങ്ങും സ്കാനിങ്ങും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? ഇത് രണ്ടും എന്താണ്? ക്വിക്ക് റീഡിംഗ് ആണ്. എന്നാൽ സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ വായിക്കുന്നതിന് ഉള്ളിൽ നിന്നും ചില സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ട്സ് അല്ലെങ്കിൽ സം പോയിന്റ്സ് കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയുള്ള വേഗത്തിലുള്ള ഒരു വായന. എന്നാൽ സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കണ്ടന്റിനെ കുറിച്ച് ഒരു ജനറൽ ഓവർവ്യൂ, ഒരു ധാരണ ഉണ്ടായാൽ മതി. നിങ്ങളത് വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കി, എന്താണ് അതിൽ പറയുന്നത്? ഇന്നതാണ് അതിൽ പറയുന്നത്. അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാരണ ലഭിക്കാം. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു വായനയാണ് ഏത്? സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി നോക്കൂ, സ്കാനിങ് ഈസ് ഫോർ സ്പെസിഫിക് ഡീറ്റെയിൽസ്. സ്കാനിങ് ഈസ് ഫോർ സ്പെസിഫിക് ഡീറ്റെയിൽ ആൻഡ് സ്കിമ്മിങ് ഈസ് ഫോർ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് വ്യത്യാസം കേട്ടോ. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി സ്കാനിങ് എന്തിനാണ് സ്കാൻ ചെയ്യുന്നത്? സ്കാൻ ചെയ്യുന്നത് സ്പെസിഫിക് ഡീറ്റെയിൽ, ചില പ്രത്യേകമായിട്ടുള്ള വിശദാംശങ്ങൾ കിട്ടുന്നതിന് വേണ്ടി. അതേസമയത്ത് സ്കിമ്മിങ്ങോ ഈസ് ഫോർ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് സ്കിമ്മിങ്. വി യൂസ് ദ ടെക്നിക് ഓഫ് സ്കിമ്മിങ്. നമ്മൾ സ്കിമ്മിങ് ചെയ്യുന്നു എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു ഗെറ്റ് ആൻ ഓവർവ്യൂ ഓഫ് ദി റിട്ടൺ കണ്ടന്റ്. ആ റിട്ടൺ കണ്ടന്റിനെ കുറിച്ചൊരു ഓവർവ്യൂ, മൊത്തത്തിലൊരു ധാരണ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്കിമ്മിങ് ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ് വി ഗോ ഫോർ സ്കാനിങ്. എന്നാൽ മറുവശത്ത് നമ്മൾ സ്കാനിങ് ചെയ്യുന്നതോ ഇൻ ഓർഡർ ടു ഫൈൻഡ് എ സ്പെസിഫിക് ഫാക്ട് ഫ്രം ദി ഹോൾ കണ്ടന്റ്. ആ മൊത്തം കണ്ടന്റിനകത്ത് നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫാക്ട്,
അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്കാനിങ് ചെയ്യുന്നത്. ബോത്ത് ഓഫ് ദീസ് ടെക്നിക്സ് ഹെൽപ്പ് അസ്. ഈ രണ്ട് ടെക്നിക്കും സ്കാനിങ്ങും സ്കിമ്മിങ്ങും നമ്മളെ സഹായിക്കുന്നു. ഇത് രണ്ടും നമ്മളെ എന്തിനു സഹായിക്കുന്നു? ഹെൽപ്പ് അസ് സേവ് ടൈം വൈൽ റീഡിങ്. നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ സമയം സേവ് ചെയ്യുന്നതിന് ഈ രണ്ട് ടെക്നിക്കും നമ്മളെ സഹായിക്കുന്നു. സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഹെൽപ്പ് അസ് റീഡ് സംതിങ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. സ്കിമ്മിങ് ആണെങ്കിലും ശരി, സ്കാനിങ് ആണെങ്കിലും ശരി, ഈ രണ്ട് മെത്തേഡുകളും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വായിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഇത്രയാണ് സ്കിമ്മിങ്ങിനെ കുറിച്ചും സ്കാനിങ്ങിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പൊ സ്കിമ്മിങ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മെത്തേഡ്സ് ഓഫ് സ്പീഡ് റീഡിങ്. അപ്പൊ സ്പീഡ് റീഡിങ്ങിന്റെ രണ്ട് മെത്തേഡുകളാണ്. അപ്പൊ ഒന്നാമത്തേത് സ്കാനിങ്, രണ്ടാമത്തേത് സ്കിമ്മിങ്. അപ്പൊ ഇനി കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ എന്ത് ചെയ്യുക, ഒന്ന് വ്യക്തമായി കേട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.